ടെയിൽവിൻ CSSൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെയിൽവിൻ CSS എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് പഠിച്ചു അല്ലേ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി കാണുക. 1-2 തവണ ചെയ്തൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയൊക്കെ വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കസ്റ്റമായിട്ടുള്ള ഡിസൈൻ അനുസരിച്ച്, അതായത് അതിലെ കളറുകൾ, ഫോണ്ടുകൾ, മറ്റ് എല്ലാ പ്രോപ്പർട്ടികളും ടെയിൽവിൻ CSSൽ എങ്ങനെയാണത് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് ഫോണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരാളെ നമുക്കിവിടെ പരിചയപ്പെടാനുണ്ട്. അതാണ് നമ്മുടെ tailwind.config.js. ഇത് ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇതെന്താണ്, ആരാണ്, ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും പ്രൊജക്റ്റിൽ വളരെ അത്യാവശ്യവുമാണ്, എന്നാൽ ഒരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ടെയിൽവിൻ CSSന് അതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഒരു തീമുണ്ട്. അതിൻ്റെ കളറുകളും ഫോണ്ടുകളും ഫോണ്ട് സൈസുകളും തുടങ്ങി ടെയിൽവിൻ CSSൻ്റേതായിട്ടുള്ള ഡീഫോൾട്ട് പ്രോപ്പർട്ടികളുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്താണ് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫയലിൻ്റെ ആവശ്യം ഇല്ല. മറിച്ച് നമുക്കൊരു കസ്റ്റം ഡിസൈനുണ്ട്. അതിൻ്റെ കളറുകൾ, ഫോണ്ട് സൈസുകൾ, മറ്റു പ്രോപ്പർട്ടികളൊക്കെ ഡിഫറെൻ്റ് ആണ് എങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ഡിസൈനിലേക്ക് ടെയിൽവിൻ CSSനെ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ് ഈ tailwind.config.js എന്ന് പറയുന്ന ഈ ഫയൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആളെ പിടികിട്ടിയില്ലെങ്കിലും ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് നന്നായിട്ട് മനസ്സിലാകും. ഇവിടെ ഇൻസ്റ്റാളേഷൻ്റെ ടൈമിൽ നമ്മൾ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള 2-3 പോർഷൻസ് ഉണ്ട്. അത് ഒന്ന് തീം, എക്സ്റ്റെൻഡ്, അതുപോലെ തന്നെ പ്ലഗിൻ എന്ന് പറയുന്ന ഈ 3 പോർഷനാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് തീം എന്താണ്, അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഫോണ്ടിലേക്കൊന്ന് തിരിച്ചു പോയിട്ട്, അതായത് ഫോണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും അതൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് തിരിച്ച് കോൺഫിഗിലേക്ക് വരാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചേഞ്ച് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ടും, അതായത് ഈ കോൺഫിഗ് ഫയൽ നമുക്ക് പ്രൊജക്റ്റിൽ ത്രൂ ഔട്ട് വേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് പ്രൊജക്റ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്തി ചെയ്തു പോയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ തിരിച്ചിപ്പോൾ ഞാൻ ഗൂഗിൾ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഗൂഗിളിൻ്റെ പോപ്പിൻസ് ഫോണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ട് കോഡ് ഞാനിങ്ങനെ കോപ്പി ചെയ്തെടുക്കുകയാണ്. ശേഷം ഈ ഇമ്പോർട്ട് URL പേസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. input.cssൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങളാണ് style.css ആയിട്ട് ജനറേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ തീർച്ചയായിട്ടും അത് പേസ്റ്റ് ചെയ്യേണ്ടത് input.cssൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലായിരിക്കണം. ഇനി ഫോണ്ടിൻ്റെ URL കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫോണ്ടിൻ്റെ നെയിം കൂടി നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. പോപ്പിൻസ് ആണ് ഇതിൻ്റെ നെയിം, കോപ്പി ചെയ്തെടുക്കുക. ഇനി നമ്മുടെ വെബ്സൈറ്റിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും tailwind.config.jsൽ വന്നു. ഇവിടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിലേക്കൊക്കെ നമ്മുടെ വെബ്സൈറ്റിനെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മളൊരു കസ്റ്റം ഫോണ്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് tailwind.config.jsൽ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 3 കാര്യങ്ങളുണ്ട്: തീം, എക്സ്റ്റെൻഡ്, അതുപോലെ തന്നെ പ്ലഗിന്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തീം, എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ഈ പോർഷനാണ്. അവിടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റമായിട്ടുള്ള കളറുകളും ഫോണ്ടുകളും എല്ലാം കൊണ്ടുവന്ന് ഈ കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് തീം, എക്സ്റ്റെൻഡ് എന്താണെന്ന് നോക്കാം. തീം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പിടികിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും നിങ്ങളത് കണ്ടിരിക്കുക. ശേഷം കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കത് എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ ഇവിടെ തീം എന്ന് പറയുന്നത്, ഇവിടെ ഒരു സാധനം നമ്മൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ഈ ടെയിൽവിൻ CSSൽ ഓൾറെഡി ഉള്ള ഡീഫോൾട്ടായിട്ടുള്ള കാര്യങ്ങൾ ഓവർ റൈറ്റ് ആവും. ഇനി എക്സ്റ്റെൻഡിലാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്, എക്സ്റ്റെൻഡിനകത്താണ് നമ്മൾ എഴുതി കൊടുക്കുന്നതെങ്കിൽ ടെയിൽവിൻ CSSൽ ഡീഫോൾട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടെ നിൽക്കും, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. അതിന് അഡീഷണലായിട്ട് ആ പേര് പോലെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡായിട്ട് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ് ഇത്.
മനസ്സിലായല്ലോ. അപ്പോൾ തീമിൽ എഴുതി കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇവിടെ ഈ പോർഷനിൽ എഴുതി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ടുള്ള ടെയിൽവിൻ CSSൻ്റെ ക്ലാസ്സുകൾക്ക് ഓവർ റൈറ്റ് ആവും. അത് ചേഞ്ചായിട്ട് പുതിയൊരു രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ എക്സ്റ്റൻറ്റിനകത്ത് എഴുതി കഴിഞ്ഞാൽ നിലവിലുള്ള ടെയിൽവിൻ CSSൻ്റെ ക്ലാസ്സുകളും മറ്റ് പ്രോപ്പർട്ടീസും ഒക്കെ അതുപോലെ തന്നെ നിൽക്കുകയും ഇത് അഡീഷണൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെയാണ് എഴുതി കൊടുക്കേണ്ടത്. എക്സ്റ്റെൻഡ് എന്നുള്ള പോർഷനിൽ തീമിൽ എഴുതേണ്ട കാര്യങ്ങൾ വേറെ പറഞ്ഞു തരാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ പോർഷനിൽ നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ കോപ്പി ചെയ്തെടുത്ത ഫോണ്ട് എഴുതേണ്ടത്, അതായത് കോൺഫിഗർ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫോണ്ട് ഫാമിലി എന്ന് കാമൽ കേസിൽ എഴുതുക. ശേഷം കോളനിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സിംഗിൾ കോട്ട്സിനകത്ത് നമ്മൾ കോപ്പി ചെയ്തെടുത്ത ഫോണ്ടിൻ്റെ പേര്, അതായത് പോപ്പിൻസ്, അതങ്ങ് പേസ്റ്റ് ചെയ്യുക. ശേഷം ഇപ്പുറത്ത് വന്ന് കോളനിട്ടുകൊണ്ട് ഒരു ബ്രാക്കറ്റിനകത്ത് വീണ്ടും നമ്മൾ ആ ഫോണ്ടിൻ്റെ പേര് ഡബിൾ കോട്ട്സിനകത്തേക്ക് പേസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പോപ്പിൻസ് എന്ന് പറയുന്ന ഫോണ്ടിന് പോപ്പിൻസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിൻ്റെ പേര് മാറ്റിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ പ്രൊഫഷണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെയാണ് നമ്മൾ ഫോണ്ടിനൊക്കെ പേര് കൊടുക്കുന്നത്, കളറിനുമൊക്കെ പേര് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ഈ പോപ്പിൻസ് ഫോണ്ട് പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യാം. കാരണം ഒരു വെബ്സൈറ്റിൽ ചിലപ്പോൾ 2 or 3 ഫോണ്ടുകൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോഡിക്കൊരു ഫോണ്ട് അല്ലെങ്കിൽ ഹെഡിങ്ങിന് മറ്റൊരു ഫോണ്ട് എന്ന തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഹെഡിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് കോമ ഇട്ടിട്ട്, ഇപ്പോൾ അടുത്തത് എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ ഹെഡിങ്ങിന് വേറൊരു ഫോണ്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹെഡിങ് എന്ന് കൊടുക്കുക. ശേഷം കോളൻ ഇട്ടുകൊണ്ട് ബ്രാക്കറ്റിനകത്ത് വന്ന് ഡബിൾ കോട്ട്സിനകത്ത് ഫോണ്ടിൻ്റെ നെയിം എന്താണോ ആ ഫോണ്ടിൻ്റെ നെയിം ഇവിടെ വന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എത്ര ഫോണ്ട് വേണമെങ്കിലും നമുക്ക് കോമയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള, നമ്മൾ എങ്ങനെയാണ് ഇത് ക്ലാസ്സായിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ ഫോണ്ട് ഫാമിലി കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പേരിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ കൊടുത്ത പോപ്പിൻസ് ഫോണ്ടിന് ഒരു പേര് വെച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. index.html വന്നുകൊണ്ട് ഒരു p ടാഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഡമ്മി കണ്ടൻറ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ p ടാഗിന് ഒരു ക്ലാസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ടെയിൽവിൻ CSSൽ ഫോണ്ടുകൾ അല്ലെങ്കിൽ ഏതൊരു ക്ലാസ്സും ആരംഭിക്കുന്നത്, കസ്റ്റമായിട്ടുള്ള ക്ലാസ്സുകളും ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ടെയിൽവിൻ CSSൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോണ്ട് യൂസ് ചെയ്യുമ്പോൾ ഫോണ്ട് എന്ന് പറയുന്ന ഫോണ്ട് ഹൈഫൺ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് ആണ് ക്ലാസ്സിനുള്ളത്. അതിനുശേഷം നിങ്ങളിവിടെ താഴോട്ട് നോക്കിയാൽ കാണാം ടെയിൽവിൻ CSSൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു ഡീഫോൾട്ടായിട്ടുള്ള ടെയിൽവിൻ CSSന് കളറുകളും ഫോണ്ടുകളും ഫോണ്ട് സൈസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ടെയിൽവിൻ CSSൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഫോണ്ടുകളാണ് ഇവിടെ ആദ്യം വന്നിട്ടുള്ളത്. ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ കൊടുത്ത പോപ്പിൻസ് ഫോണ്ടിന് പ്രൈമറി എന്ന് പറയുന്ന പേരാണ് നമ്മൾ കൊടുത്ത് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ പ്രൈമറി എന്ന് പറയുന്ന പേരിലേക്കാണ് നമ്മുടെ കസ്റ്റമായിട്ടുള്ള ഫോണ്ട് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളതങ്ങ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഇനി നമുക്ക് ഒന്ന് ബ്രൗസറിൽ ചെക്ക് ചെയ്യാം. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്തുകൊണ്ട് നമ്മളിവിടെ നോക്കുക, നമ്മുടെ ഫോണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് കൺസോൾ എടുത്തൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ p ടാഗിന് നമ്മൾ കൊടുത്ത ഫോണ്ട് തന്നെയാണോ വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ p ടാഗിന് നമ്മൾ നോക്കുക, ഇവിടെ ഫോണ്ട് പ്രൈമറി എന്നുള്ള ക്ലാസ്സിലേക്ക് നമ്മൾ കോൺഫിഗർ ചെയ്തെടുത്ത പോപ്പിൻസ് ഫോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കസ്റ്റമായിട്ടുള്ള ഫോണ്ട് നമ്മുടെ ടെയിൽവിൻ CSSലേക്ക് നമ്മൾ കോൺഫിഗർ ചെയ്ത് അത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു രീതിയിലും ഈ ക്ലാസ്സുകൾ ഇവിടെ വിളിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇവിടെ നമ്മളിപ്പോൾ ടെയിൽവിൻ config.jsൽ ഇവിടെ ഇങ്ങനെ ഫോണ്ട് ഫാമിലി കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ index.html വന്ന് ക്ലാസ്സായിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ലിസ്റ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഈ ടെയിൽവിൻ config.jsൽ അത് കോൺഫിഗർ ചെയ്യാതെ തന്നെ ഞാനിപ്പോൾ ഇതിവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ചെയ്തു. ഇവിടെ ഇപ്പോൾ config.jsൽ ഒന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ വന്നുകൊണ്ട് index.html വന്നുകൊണ്ട് നമ്മളത് ഫോണ്ട് ഹൈഫൻ ഇട്ടിട്ട് ലിസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രൈമറി ഇത് ഇവിടെ നിന്ന് പോയി.
കാരണം ഇവിടെ കോൺഫിഗർ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടേക്ക് അത് ലിസ്റ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തത് കൊണ്ട് ഇവിടെ ഇനി അത് ലിസ്റ്റ് ചെയ്ത് വരത്തില്ല. അപ്പോൾ ഇനി അത് മറ്റു രീതിയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫോണ്ട് ഹൈഫൺ ഏത് ക്ലാസ്സാണോ ആ ക്ലാസ്സിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫോണ്ടിൻ്റെ പേര് ഇവിടെ വന്ന് പോപ്പിൻസ് ഫോണ്ട് ഡയറക്റ്റായിട്ട് കോപ്പി ചെയ്തെടുത്തുകൊണ്ട് ഡബിൾ കോട്ട്സ് ഇട്ടുകൊണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. കാരണം ഇവിടെ ഒരു എറർ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതുകൂടെ പറയാം. ഇപ്പോൾ ഇവിടെ ക്ലാസ്സിൽ ഡബിൾ കോട്ട്സാണ് ഇവിടെ കിടക്കുന്നത്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻസൈഡിൽ വരുമ്പോൾ നമ്മളെപ്പോഴും സിംഗിൾ കോട്ടേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എറർ വന്നത് നന്നായി, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റി. ഇപ്പോൾ സിംഗിൾ കോട്ട് യൂസ് ചെയ്യുക. ശേഷം നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്ത പേര് ഡയറക്റ്റായിട്ട് ഫോണ്ട് ഫാമിലിയുടെ പേര് ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്താലും മതി. അങ്ങനെയാണെങ്കിലും ഇതിവിടെ പെർഫെക്റ്റായിട്ട് വർക്കാവും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രീതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ്സുകൾ രണ്ട് രീതിയിൽ ടെയിൽമെൻറ്റിൽ യൂസ് ചെയ്യാം. ഒന്ന് എന്താണ്, കോൺഫിഗർ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തെടുക്കാം. അല്ലാതെ ഡയറക്റ്റായിട്ട് ഇവിടെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ വരുമ്പോൾ മറ്റ് ക്ലാസ്സുകളും എങ്ങനെയാണ് രണ്ട് തരത്തിൽ യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫോണ്ട് ഫാമിലി, കസ്റ്റമായിട്ടുള്ള ഫോണ്ട് ഫാമിലി നമ്മുടെ തീമിലേക്ക് കൊണ്ടുവന്ന് കോൺഫിഗർ ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ യൂസ് ചെയ്യുന്നതും രണ്ട് രീതിയിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് എഴുതുക, ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഫോണ്ടിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ചെറിയ വീഡിയോകളായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ.